ദിലീപേട്ടൻ്റെ നാലാം തിരിച്ചുവരവ്, പവി കെയർടേക്കർ. നമുക്ക് സിനിമയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ദിലീപേട്ടൻ്റെ കരച്ചിലും അദ്ദേഹത്തിന് ഇവിടെ നിലനിൽക്കാൻ ഈ സിനിമയുടെ വിജയവും ആവശ്യമാണെന്ന അഭ്യർത്ഥനയും മാനിച്ചാണ് സിനിമ കണ്ടത്. അപ്പോൾ ഒരു കുഴപ്പമുണ്ട്. PR വർക്ക് ഇന്നലെ വരെ തള്ളിക്കൊണ്ടിരുന്ന തങ്കമണിയും ബാന്ദ്രയും സത്യനാഥനും ഒന്നും ഹിറ്റല്ലായിരുന്നോ? ആയിരുന്നെങ്കിൽ കരഞ്ഞു പറയേണ്ട ആവശ്യം വരില്ലല്ലോ. അപ്പോൾ എല്ലാം പോട്ടെ. നാലാം തിരിച്ചുവരവ് പവി ചുമ കണ്ടിരിക്കാം. മുമ്പത്തെ പോലെ ഇറങ്ങി ഓടാൻ തോന്നില്ല. പുള്ളിയുടെ തന്നെ വിൻറ്റേജ് മാനറിസങ്ങളൊക്കെ വലിയ വിറപ്പിക്കലില്ലാതെ കുത്തിക്കയറ്റി ഫാമിലി ഓഡിയൻസിന് പറ്റുന്ന ഒരു ടൈപ്പാക്കി എടുത്തിട്ടുണ്ട് വിനീത് കുമാർ. അയ്യോ, അവിടെ ഒരു പ്രശ്നമുണ്ട്. ഫാമിലി ഓഡിയൻസിനെ പറ്റൂ എന്ന് പറഞ്ഞാൽ ഡീഗ്രേഡിംഗ് ആണെന്ന് ദിലീപേട്ടൻ പറഞ്ഞിരുന്നു. എന്ത്, യൂത്തിന് കോമഡി പറ്റില്ലേ? ലവ് വർക്കാവില്ലേ എന്നൊക്കെയാണ് ദിലീപേട്ടൻ്റെ ചോദ്യം. തലയിൽ മൈദ വീഴുന്നതും തെന്നി വീഴുന്നതും അടിവസ്ത്രം വെച്ചുള്ള കോമഡിയും ഒക്കെ കണ്ട് ഇന്നും ചിരിക്കുമെങ്കിൽ അത് വർക്കാവുമായിരുന്നെങ്കിൽ ഒരു ഷോയ്ക്ക് മിനിമം 30 പേരെങ്കിലും കാണുമായിരുന്നില്ലേ? PR ടീം വിട്ട് ബുക്ക് മൈ ഷോ നോക്കിയാൽ അറിയാൻ പറ്റും എത്രത്തോളം പവി കെയർടേക്കർ വർക്ക് ആവുന്നുണ്ട് എന്ന്. ബോഡിഗാർഡ് മൂവി പോലത്തെ ലവ് സ്റ്റോറി ഇന്നും എത്ര പേർക്ക് കണക്റ്റ് ആവുമെന്ന് അറിയില്ല. അതിൻ്റെ കൂടെ തന്നെ വളരെ വളരെ മോശം ക്ലൈമാക്സ് കൂടിയാവുമ്പോൾ സെറ്റ്. ഇനി അടുത്ത തിരിച്ചുവരവിൽ കാണാം. ഇനി ബാന്ദ്ര വരെ ഹിറ്റായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഫാൻസ് വന്നോളും, വന്ന് കമൻറ്റ് ബോക്സിൽ മെഴുകിക്കോളും. സാരമില്ല, അപ്ഡേഷൻ എന്ന സാധനം ഏറ്റവും ആവശ്യം ദിലീപേട്ടനാണ്. ഫാൻസ് പോട്ടെ, ഇൻ്റർവ്യൂ ശ്രദ്ധിച്ചാൽ മതി. അങ്ങേര് നല്ല പടം കൊടുത്ത് സർക്കാരിന് ടാക്സ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങേരുടെ പടം പൊട്ടിയാൽ സർക്കാരിനാണ് നഷ്ടം പോലും. നല്ല പടങ്ങൾ വന്ന് അത്യാവശ്യം ലാഭം സർക്കാരിന് ഉണ്ടാവുന്നുണ്ട്. മോശം പടം കണ്ട് സർക്കാരിനെ നന്നാക്കാൻ മാത്രം സാമൂഹിക പ്രതിബദ്ധത ഇവിടെ ആർക്കാണുള്ളത്? കമൻറ്റ് ബോക്സിൽ മെഴുകാൻ വരുന്ന പണിക്കാരെ 6 or 7 സീറ്റ് വെച്ച് ബുക്ക് ചെയ്യിച്ച് മറ്റൊരു ഹിറ്റ് സ്വയം സൃഷ്ടിച്ച് സർക്കാരിന് ലാഭം ഉണ്ടാക്കി കൊടുത്തുകൂടെ ദിലീപേട്ട? സർക്കാർ പാവമല്ലേ? അടുത്ത തിരിച്ചുവരവിനെങ്കിലും സർക്കാർ ലാഭമെടുത്ത് പണ്ടാരം ഇടങ്ങട്ടെ എന്ന ആശംസയോടെ ടേക്ക് കെയർ.